Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. Statutory warning. Smoking is injurious to health. It causes cancer. Alcohol consumption is injurious to health. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.
ഈ ഐസി എവിടെയാ? ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ടുള്ള വഴി. എന്താ സംഭവിച്ചു? സാറേ കാലത്ത് വന്ന് മുറിയെടുത്തതോ. ഉച്ചയോടെ നമ്മുടെ പയ്യനെ വിട്ട് ഒരു പൈന്റ് വാങ്ങിപ്പിച്ചു. അവൻ കഴിക്കാൻ വല്ലതും വേണോന്ന് ചോദിച്ചപ്പോ ഒന്നും വേണ്ടാന്നും പറഞ്ഞു. പിന്നെ വൈകുന്നേരം ആരോ കാണാൻ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ പോയി. രാത്രി ഇവൻ അതിലേ പോകുമ്പോ മുറിയിൽ ഒച്ച കേട്ട് സംശയം തോന്നി. കതക് മുട്ടിയിട്ടൊന്നും ഒരനക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ ചവിട്ടി തുറന്നപ്പോഴാണ് ആള് തൂങ്ങിയത് കണ്ടത്. ആള് പോയിട്ടില്ല എന്ന് മനസ്സിലായപ്പോ താനും നഴിച്ചിറക്കി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. സാറേ പുലിവാലാവൂ. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ഹലോ, ആരെ വിളിക്കുന്നേ? ആ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. ആളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഇവിടെ ICUല. ആഹാ, എന്താ ഒരു ചന്തം. കോട്ടയ്ക്കല പൂരത്തിന് തിടമ്പേറ്റി നിൽക്കണ കൊമ്പന്മാരെ പോലെ. അനക്കിഷ്ടാഴ്ച എടുത്തോ നജീബ് അത്? ഓ വേണ്ടിക്ക, എനക്ക് പൂതിയാകുമ്പോ ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. പിന്നെ ഇവരൊക്കെ ദാ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ആളൊരു ചിത്രവുമേന്റെ മുറിയിൽ കണ്ടതിന് ഉപ്പുണ്ടാക്കിയ പുകിലുണ്ടല്ലോ. നജീബേ, എന്റെ പങ്കടല്ല, അന്റെ പങ്കട നിക്കാ ഉറപ്പില്ല. നാളെ ഈ അവിടെ കുട്ടികളെ കളിച്ചിക്കാണ്ട് ഇങ്ങോട്ട് വന്നടോ. 10-23 വയസ്സായ ചെക്കനാണ്. ഇപ്പോഴും കുട്ടിക്കാളി തന്നെ. ഞാനിത് ആരെയൊക്കെയാ പറഞ്ഞ് നന്നാക്കുക? അതിന്റെ ഇടയിൽ ഈ ചാക്കും കെട്ടണം. 23 വയസ്സാതെ എന്റെ കുറ്റാളാ. എന്റെ സിനിമാമങ്ങൾക്ക് തുരങ്കം വെക്കാൻ വന്ന ഇബിലീസേ, വലിച്ച് കെട്ടടാ ചാക്ക്. മതിയാ? ആ ആ, ഒരു ഉപദേശി. എടാ സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ കണ്ട കാക്കാമാര് മൂവിമാനും സിനിമയിലുണ്ട്. ഓരുടെ വാപ്പാർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് എന്റെ വാപ്പാക്ക്. അതുകൊണ്ട് എന്റെ പൊന്ന് നജീബെ, ഈ വേണ്ടാത്ത പൂതിയൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞാളാ. ബാപ്പുവേ, ഈ സിനിമേന്റെ ഒരു കളർ ഉണ്ടല്ലോ, അതെനിക്കറിയാഞ്ഞിട്ടാ. ഓ തുടങ്ങി. നന്നായി കിനാവ് കാണുന്നവനും നന്നായി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റണവനും മാത്രമേ സിനിമ കാണാൻ പറ്റൂ. എവിടെക്കാടാ? ഒരേൽക്കാ നാളെ ഉറപ്പിക്കില്ല നിങ്ങള്. ഹായ് സുബീനെ മുബീനെ. മുത്തുക്കുടയുടെ കീഴിൽ പുഷ്പകിരീടം ചൂടി. ലാലേട്ടൻ ധനത്തിൽ കാർ ഓടിച്ചുകൊണ്ട് പാടുന്ന പാട്ടാ അത്. ലാലേട്ടൻ കാറില്, ഇത് നജീബ് സൈക്കിളുമേ. മയിലാടണ കണ്ടിട്ട് കോയി ആടിയിട്ട് വല്ല കാര്യം തന്നെ നജീബെ. ഈ പൂതി എന്റെ മനസ്സിലിരിക്കുള്ളൂ. എന്റെ വാപ്പ മൂസാജി ആണെങ്കിൽ ഈ സിനിമാറായ തന്നെ. എന്റെ വാപ്പ മൂസാജി തന്നെ, ഞാൻ സിനിമ ആവും ചെയ്യും. ഈയൊക്കെ എന്റെ സിനിമക്ക് ബ്ലാക്ക് ടിക്കറ്റ് കേറുകയും ചെയ്യും. മനസ്സിലായോ പന്നി? എനിക്ക് മേടിക്കണ്ടാ. ഓനിപ്പോ അടുത്ത മാസം ദുബായിന്ന് ഖത്തറിലേക്ക് മാറും. ഓന്റെ അറബി ആടെ പുതിയൊരു ഓഫീസ് ഇറങ്ങണ്ടെന്ന്. മുഴുവൻ ഉത്തരവാദിത്തം മൂപ്പര് ഓനെ ഏൽപ്പിച്ചിരിക്കണത്. അതിനെന്താ, മൂപ്പരോട് നേരിട്ട് ചോദിച്ചോളീൻ. എന്താ മനാഫേ? ഷമീർക്ക നബീസിന്റെ ഒരു ഫോട്ടോ കൂടി വേണമെന്ന് പറഞ്ഞേക്കണ്. ഓരേലും ഒന്നേ ഉള്ളൂ. നജീബേ, ഓ ഓൾഡ് ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവരുടെ കൊടുത്തു വിട്ടാളാ. ശരിപ്പാ. നജീബ് ഇപ്പൊ എന്താ ചെയ്യണേ? പഠിപ്പൊക്കെ കഴിഞ്ഞ്. പഠിപ്പൊക്കെ കഴിഞ്ഞാ ഇനിയിപ്പോ ഒന്നുമില്ല ബാക്കി. സുഹൃ സീനത്തും വന്നില്ലേ സുബൈദ? ഒരുക്കുന്ന ക്ലാസ് ഉണ്ട്. ഓ, ഷമീർ വിചാരിച്ച നജീബിന് ഒരു വിസ തരാക്കാം. എന്താടോ, അനക്ക് പോണോ പെങ്ങടെ കൂടെ ഖത്തറിലേക്ക്? നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അന്ന് 10 കായ ഉണ്ടാക്കണമെങ്കിൽ കടല് കടക്ക തന്നെ വേണം. ഇത് ഇവിടെ ഉണ്ടാക്കിയതാ? നജീബേ, നബീസാന്റെ കഴിഞ്ഞാ പിന്നെ അന്റെ ആട്ടാ.
നജീബേ വേണ്ടാട്ടാ. ആരെങ്കിലും കണ്ട അനക്കുള്ള വീസി ഇപ്പൊ തന്നെ അടിച്ച് കൈ തരൂട്ടാ. നീ ഇവിടെ തന്നെ നിക്ക്, എന്നിട്ട് ആരെങ്കിലും വരണ്ടാന്ന് നോക്ക്. ഷൂ എന്താ സൈനവേ അനക്ക് പെട്ടെന്നിങ്ങനെ തോന്നാൻ? കക്കൂസ് എവിടെയാ? അതിവിടെ അല്ല, ആടെയാ. അന്ന പടച്ചോൻ കാക്കും. ഈ മുറുക്ക് ഇവിടെ ഉണ്ടാക്കിയല്ല. നജീബേ ഇത് നിങ്ങൾക്ക് തരാനാ ഞാൻ വിളിച്ചത്. എന്താ ഇത്? അതിലുണ്ട്, വായിച്ചോക്ക്. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിലേക്ക് 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. മീനുവിന്റെ വീട്ടിൽ പോയപ്പോ കണ്ടതാ. അപ്പൊ ഞാനിത് അങ്ങോട്ട് കേറിയെടുത്തു. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു സിനിമാ നടനാവാന്നുള്ളത്? മീനു പറയേ, രണ്ടുപേരും മൊഹബത്തിലാവുമ്പോ അവരൊന്നിച്ച് കിനാവ് കണ്ട ഇത് ഉറപ്പായിട്ട് നടക്കുന്നു. അപ്പൊ എന്റെ കൂടി ആഗ്രഹം നിങ്ങളൊരു സിനിമാ നടനാവണമെന്ന്. അത് നടക്കും, എനിക്ക് ഉറപ്പാ. അപ്പൊ മീനുനോട് നമ്മുടെ കാര്യം പറഞ്ഞൂല്ലേ? വേറെ ആർക്കൊക്കെ അറിയാത്? ഞാനാരോടും പറഞ്ഞിട്ടില്ല. പിന്നെ മീനു, ഷമീനെ, ഷംസിനെ, സുബിനെ, പിന്നെ നഫീസിനോടും പറഞ്ഞിനെ. ഇതോടുകൂടി സീനിയർ പെൺകുട്ടികളുടെ നാടോടി നൃത്തം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ജൂനിയർ, അതിനുശേഷം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഭരതനാട്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ വേദിയിൽ ചെസ് നമ്പർ 162. ടീച്ചറെ നന്നായിട്ട് മോളെ, പുറയിലോട്ട് പാട്ട് ശരിക്കും കേട്ടിരുന്നോ? അതിന് പുറയിൽ ആളൊന്നും ഇല്ലായിരുന്നല്ലോ. കിഷോറെ, സാവിത്രി നന്നായിട്ടോ. ഫസ്റ്റ് കുട്ടിക്ക് എന്നെ നിനക്ക് ഉണ്ട കിട്ടും. പോ അവിടുന്ന്. നീ ഇങ്ങനെ ബൊമ്മ പോലെ ഇരുന്നോ. സമ്മാനം കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ ആരും ചത്തൊന്നുമില്ലല്ലോ. ഒറ്റ ചവിട്ട് വെച്ചെന്താണ്ടല്ലോ. ചേച്ചി എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ? മര്യാദയിൽ കളിച്ചിരുന്നെങ്കിൽ സമ്മാനം കിട്ടൂലായിരുന്നോ? കിഷോർ ഇറങ്ങിക്കോ, നിന്റെ വീടെത്തി. ചേച്ചി, ചേച്ചി, ഓലലീലലീലലി ഓലലീലലീലലി. അയ്യോ, വാളിന്റെ കുറവുണ്ട് തെണ്ടിക്ക്. എന്താ സാവിത്രി ഇത്?
അല്ല ടീച്ചറെ അവന്റെ സൂക്കേടുണ്ടോ? പോട്ടടി, അവൻ കുട്ടിയല്ലേ, നീ സങ്കടപ്പെടണ്ട. അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും. അയ്യോ, ഞാനൊരു കോമ്പറ്റീഷനും ഇല്ലേ. ഒരോണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും. അതെ, അവിടെ നിർത്തിക്കോ, ഇറങ്ങിക്കോ. ശരി പോട്ടെ ടീച്ചറെ. ആ ശരി മോളെ. ഇനിയിപ്പോ ഇവിടെ എന്താണാവോ കൂത്ത്? ഓ വന്നോ? ഇന്ന് എവിടെയായിരുന്നടി പാട്ട് കൂത്തും? നീ കഴിക്കടോ. മാറടി, പോയി കിടന്നുറങ്ങാളെ. കളനെ കാലിനും വേണ്ടേ? ഗോപിയെ ഇതൊന്ന് ശരിയാക്കിയേ. ആ പെണ്ണ് ഇത് കടത്തി പണ്ടാരടക്കെ മനസ്സമാധാനത്തോട്ട് കണ്ടുപിടിക്കാൻ ഈ തള്ള സമ്മതിക്കൂല. എന്താണേ എപ്പ ടി വി വെച്ചാൽ ഈ കുരുപ്പ് വന്ന് നിർത്തും. അശ്രീകരം 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ. ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും, പറഞ്ഞല്ലാതെ വേണ്ട. ഇവളെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? ആദ്യം നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ. അപ്പോ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാന്ന്. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? നിന്റെ അമ്മയുടെ 16-ന്. കുമാര, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പോ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിന് 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. സ്വന്തം കൂടെ വയസ്സറിയില്ല, പിന്നെ ആ ചെക്കൻ. എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ചു പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്യൂട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. മതി കണ്ടത്. ഈ പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കടത്തി. എന്തേ? ഒരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാ? അല്ല, സിനിമയിലേക്കാ. മുനീറേ, ഐ സിനിമയ്ക്കല്ലേ? മുനീറേ, എന്തിയേ? സിനിമയ്ക്ക് അത്രേ, ഒന്ന് എടുത്തു കൊടുത്താളാ. ഏത് പടത്തിൽക്കാ? അതറിയൂല. നായകരാ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആൽബത്തില്. മൊഞ്ചുള്ള ഹസീന കണ്ടണ്ട? ഇല്ല. ഷൂട്ടിങ് മുഴുവനും കഴിഞ്ഞപ്പോ ഹസീന എൻ്റെ തലയിലായി. അതോടെ അഭിനയം നിർത്തി. ഒന്ന് ചെറുക്കി. ഇതയച്ചാ മതി, നിങ്ങക്ക് നായക വേഷം ഉറപ്പാ.
നീ ഇങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-15 പ്രാവശ്യമായി. ഇന്നേ വരെ നായകൻ പോയിട്ട് തല കാണിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ബേജാറാവാണ്ടിരിക്കണ്ടിക്ക. പട്ടണപ്രവേശത്തിൽ ലാലേട്ടൻ പറയണില്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന്. പട്ടണപ്രവേശത്തിലല്ലടി പോത്തെ, നാടോടിക്കാറ്റില്. ആ പക്ഷെങ്കിലൊന്ന് വേഗം വേണം കേട്ടോക്ക. ഇനി സുഹറാന്റെയും സീനത്തിന്റെ നിക്കാഹ് കഴിഞ്ഞാ പിന്നെ നിക്കങ്ങൾ നായകനാവിടുന്ന് കാത്തിരിക്കാൻ പറ്റൂല. ഉപ്പ എന്നെ വേറെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടിച്ചു കൊടുക്കും. ഏത് സുഹറാൻ സീനത്തും എന്റെ എത്താത്തമാരെ. ഓ എന്റെ വാപ്പ ഇങ്ങനെ 4-5 ഉണ്ടാക്കിയോണ്ട് ഇത്തിരി സമയം കിട്ടി. എന്റെ വാപ്പാനെ കളിയാക്കണ്ട കേട്ടോ നിങ്ങള്. അല്ല ഡയറി മിൽക്ക് നാളെ ദുബായിന്ന് ഫേസലൊക്കെ വന്നപ്പോ കൊണ്ടുവന്നേനു തീർന്നു. ഇതിന് വീട്ടിൽ കൊണ്ടുപോവാ. സുഹറാക്കൻ സീനത്തിനും കൊടുക്കാലോ. സുഹറാക്കൻ സീനത്തിനും ഓരുടെ ആൾക്കാർ വാങ്ങിക്കൊടുത്തോളൂ. ഇത് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങള് സിനിമ നടനാവുമ്പോ കൊറേ നായകന്മാരുടെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? അപ്പോ നിങ്ങൾ ശരിക്കും അവരെയൊക്കെ പോയി കെട്ടിപ്പിടിക്കോ? എടി ബുദ്ധൂസേ, അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ. ഇപ്പോ ഞാനൊരു നായികേനെ കെട്ടിപ്പിടിക്കുന്ന സീനാന്ന് വിചാരിക്കാം. ഇവിടെ ശരിക്കും ആളുണ്ടാവില്ല. ഞാൻ ആളുണ്ടെന്ന് കരുതി കെട്ടിപ്പിടിക്കും. പിന്നെ നായികേനെ ക്യാമറ ട്രിക്ക് ചേർക്കും. ഇപ്പൊ ഒരു മുത്തം വെക്കണ രംഗാന്ന് വിചാരിക്കാം. വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി. ക്യാമറ ട്രിക്ക് അല്ലേ? മനസ്സിലായല്ലേ? സൈനബ നിക്ക്. സറീനാന്റെ നിക്കായിന് കാണാ. ഗോപി, നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇത് എന്റെ എത്രാമത്തെ കല്യാണാവോ? എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയാന്തൻ. ഏ? സമയാന്തൻ. ആ നീ പോയിട്ട് ഒരു ചായ തളപ്പിക്ക്. മോളെ സാവിത്രി, അവളുടെ തള്ളയെ നിങ്ങൾ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്കൊരു ശല്യമായിരുന്നു. ഇപ്പോഴെഴുതാ വെളും. ഓ, ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ലെന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം. എന്താണ് ഇനി കാണിച്ചത്? എന്റെ വീട്ടിൽ ഒരു പട്ടിയും ചോദിക്കണ്ടല്ല. കാണിച്ചറിയില്ല എനിക്ക്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചോദിക്കും. ഒരു പട്ടി ചോദിക്കണ്ടല്ലോ.
ജാലിക്ക് പോയി ഇരുന്നോട്ടെ. നീ ഇങ്ങട് മാറ്. മിണ്ടല്ല തള്ളേ. സാവിത്രി, എന്റെ ഓൾ എവിടേക്കും പോയി തൊലയട്ടെ. ഗോപി, നീ ഒന്നും പറയാനുള്ള അവിടെ. എന്ത് പറയാനാണ് തള്ളേ? പറയടാ. തിരക്കല്ലേ സാവിത്രി, പഠിച്ചോട്ടെ കാഞ്ഞടിച്ചു ഓട്ടിക്കുന്നു. ആ സാവിത്രേ ഞങ്ങളെ കൊണ്ടുവിടണ പോടാ പട്ടി. ആ വിടറാ ചീള് കേസ്. നീ വാ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മുഖത്തുണ്ടല്ലോ. ചേച്ചി മോള് പോയി കിടന്നു. നീ വല്ലതും കഴിച്ചോ മോളെ? സാവിത്രി മോളെ, അപ്പൊ ചൂലോ? ചൂലൊക്കെ ഞാൻ പിടിച്ചോളാ. ഇതിപ്പോ എന്തിനാ എന്റെ കയ്യില്? സൈക്കിള്. ആഹാ, ഇവിടെ മുഖത്ത് വെണ്ണീറും തേച്ചിക്ക. ഓടാ. നജീബെ, മദ്രാസിന്ന് രാഘവന്റെ പീഡിയൽക്ക് വിളി വന്ന്. ഹംസക്ക പറഞ്ഞതാ ഓരെന്നെ സിനിമയിലെടുത്തത്. ഇന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. തന്നെ പടച്ചോനാണ് വന്നേ. എന്തേ കാട്ടുന്നേ? ഈ ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പ് വിട്ടോ വിട്ടോ. ചവിട്ട് ചവിട്ട്. നിർത്ത്. ചേട്ടാ ഒരു സ്റ്റഡി. ഉമ്മ. നജീബേ, ഈ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലട്ടാ. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇക്ക പൊക്കോട്ടുമ്മ. ഒന്നുമില്ലെങ്കിൽ എനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ. എന്റെ ഇക്ക സിനിമ നടനാന്നും പറഞ്ഞ്. നബീസ്വേ, ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെരവെടുത്ത് ഈ തേങ്ങ ചെരവിയേ. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യേ, ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടേണ്ട പെണ്ണാണ്. 24 മണിക്കൂറും ഫോൺ തന്നെ. എന്റെ ഉമ്മ, നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കായക്കച്ചവടമായിട്ട് കഴിഞ്ഞോട്ടെന്നാ. എന്താടാ കായക്കച്ചവടത്തിനൊരു കുറവ്? അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ. അതല്ലുമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും പരപ്പനങ്ങാടിയിലും എന്റെ തല വെച്ച പോസ്റ്ററുകൾ ഇങ്ങനെ. അതോടുകൂടി എന്റെ തലയുണ്ടാവും. പരപ്പനങ്ങാടിയിലല്ല, ഈ പോരെന്റെ മധുരമ്മ. അന്റെ ബാപ്പ അതാടെ വെട്ടിവെക്കൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ല എന്റെ നജീബേ. അന്റെ ബാപ്പ അറിഞ്ഞ എന്താവും സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടാ? എന്റെ ഉമ്മ, ഞാൻ തിരിച്ചു വന്നിട്ട് വാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം. അതുവരെ പിടിച്ചിരിക്കാൻ ഒരു ചെറിയ കള്ളം. എന്ന് പോയി എന്റെ നജീബേ. ഞാൻ പറഞ്ഞോട്ട് ഉമ്മ, മദ്രാസിൽ ഒരു കോളേജ് തുടങ്ങുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറഞ്ഞാ മതി. ഉമ്മ പറഞ്ഞ വാപ്പ വിശ്വസിച്ചോളും. ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടെന്ന് അറിയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉമ്മാന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട്. എന്റെ നജീബേ, ഈ എന്നെ ബേജാറാക്കല്ലേ. അതാണ് ഉമ്മ ഞാൻ പറഞ്ഞത്. വാ നടക്കുമ്മ. പറയണ കേക്ക്. ഉമ്മ ആ ഫോൺ തുപ്പാനെ വിളിച്ച കാര്യം പറയും. മദ്രാസ് എന്ന് പറഞ്ഞാൽ പോർഷ്യലൊന്നും അല്ലല്ലോ. ഏറിയ 2 മാസം. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വരില്ലേ. മാറിക്കിടി.
ഉമ്മ ബെല്ലുണ്ട്. ഹലോ. ആ, അത് അവിടെ കൊടുത്തിട്ട് ഇജ്ജ് വേഗം വന്നാൽ മതി. ആ ഓക്കോ. ആ പറയൂ. ഓൻ്റെ ഇഷ്ടം അതാച്ചാ ഓൻ പൊയ്ക്കോട്ടെ. പിന്നെ കോളേജ് ചേരാൻ കായ് വല്ലതും വേണമെങ്കിൽ ഓനോട് പീടിയേക്ക് വരാൻ പറ. ആയിക്കോട്ടെ, പറയാം പറയാം. ഒരു വിധത്തിൽ മൂപ്പര് സമ്മതിച്ച്. അനക്ക് സന്തോഷായ? ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ. എന്റെ സൈനബ, ഞാനെന്തോ ജീവപര്യന്തം തടവിന് പോകുന്ന പോലെയാണല്ലോ നീ കരയണേ. 2-3 മാസത്തെ കാര്യം, അത് കഴിയുമ്പോ ഞാനിങ്ങോട്ട് തിരിച്ചു വരില്ലേ? എന്നാലും നിങ്ങളൊന്ന് കാണാണ്ടും കേൾക്കാണ്ടും. ഹൈ, ഞാൻ തിരിച്ചു വരുന്ന ഒരു സിനിമ നടനായിട്ടല്ലേ? അതല്ലേ നമ്മൾ രണ്ടാളും ഒന്നിച്ചേണ്ടക്കിനാവ്. ഇവളുടെ അടുത്ത് പിടിച്ചിരിക്കണമെങ്കിൽ ഭയങ്കര തന്നെ വേണം. എനിക്കത് വീടല്ല, നരക. കള്ളൂടിയനായ താന്തേ, അതിന് പറ്റിയൊരു തള്ളേ. ആ തള്ളേ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും. അതാ ഞാൻ പറയണേ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്ക്. ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക? അയ്യോ മോളെ, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങളാ. നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തൻ്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ? ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മോളും പട്ടിണിയാ. ശിവേട്ടൻ പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങള്. നമ്മുടെ കോയമ്പറ്റയിലെ ലേത കല്യാണം കഴിഞ്ഞ് മദ്രാശിയിലാ. ഇടയ്ക്കെന്നെ വിളിക്കും. അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ. മൂപ്പര് വിചാരിച്ചാ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും. നിനക്ക് അങ്ങോട്ട് പോകാൻ വിഷമമുണ്ടോ? ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം. സമാധാനം ഉണ്ടാവുമല്ലോ. ആ മോളെ, ആ ഡയറിയിലേ ലതാ മദ്രാസ് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കിയെടുത്തിട്ട് വാ. ഹലോ, ലതയുടെ വീടല്ലേ? ആരാ? ഛേ, അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? പോയിരുന്ന് പഠിക്ക്. ഹലോ ലത? അതെ. ആ, ഇത് ഗായത്രിയാ, പാലക്കാട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു?
ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ? ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ. ഷോപ്പിങ്ങിനൊക്കെ ഇവള് ഒറ്റയ്ക്ക് പൊക്കോളൂ അല്ലേടോ? ഇതെപ്പോഴാ ഊരണേ? ഇതിനിയും ഒരാഴ്ച എടുക്കും. ഡോ, ഇന്നല്ലേ ഡോക്ടറെ കണ്ട ദിവസം? 4 മണിക്കാട്ടോ. സാവിത്രി ഏതുവരെ പഠിച്ചു? 10 വരെ പഠിച്ചു. പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല. ഇവള് നന്നായി ഡാൻസ് ചെയ്യും. നിങ്ങൾ ആ മുരുകനെ ஹலோ சாமி சார், வணக்கம். ஆமா, விஜய் பேசுறேன். வல்சரவாக்கத்துல இருந்து. சௌக்கியம். நீங்க எப்படி இருக்க? சார், அது நீங்க எனக்காக ஒரு உதவி பண்ணணும். அல்ல வைஃபோட ஒரு ஃப்ரெண்டு ஊர்ல இருந்து வந்திருக்காங்க. சார், நீங்க நினைச்சா அவருக்கு ஏதாவது வேலை சரி பண்ண முடியுமா? SLC அவ்வளோதான். അത് ഒരു സെക്കൻഡ് സാർ. സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ് സാർ. 1 സെക്കൻഡ് സാർ. എടോ, ഫോൺ തന്നെ. சொல்லுங்க சார். 9439329330 செல்வன். ஓகே. ஆமா சார். ரொம்ப தேங்க்ஸ். ഓക്കെ സാർ. സാവിത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയോ? സിനിമ അത്ര മോശം ഏർപ്പാടൊന്നുമല്ല. കുറച്ച് കഴിവ് വേണം, പിന്നെ ഇത്തിരി ധൈര്യം. ഓ പിന്നെ എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളായി പറയണേ. നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണ വല്ല ജോലിയും വാങ്ങിക്കൊടുത്തു. നീ എന്തറിഞ്ഞിട്ടേ പറയണത്? ദേ, ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനിപ്പോ വിളിച്ച സാമിയില്ലേ, അയാൾ സിനിമയിലെ വെറും കോസ്റ്റ്യൂമറാണ്. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യാം. ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക്? എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് 2 കടമുറിയുണ്ട്. അവിടെ സാമാന്യ തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പൊ പിന്നെ നടീനടന്മാരുടെ കാര്യം പറയാനില്ല. ആലോചിച്ചു പറയേ, മോളുടെ ജീവിത. വാ, വരൂ, ഇരിക്കേ. മോളെ, ആ സാമി ഒരു ശെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട്. അവരോട് സ്ക്രീൻ ടെസ്റ്റ് ഇവിടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. നിങ്ങക്ക് സമ്മതാണ് ഞാനിപ്പോ വിളിക്കാം. സ്വിച്ച് ഓഫാ. ശെൽവൻ അവിടെ തന്നെ കാണും. അയാളെ ഒന്ന് പോയി കണ്ടാ മതി. ടീച്ചറെ, ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. ദേ, കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം. ഇത് മദിരാശിയാ. ഇവള് ആദ്യമായിട്ടാ നാട്ടിൽ നിന്ന് മാറി നിക്കണേ. സ്ക്രീൻ ടെസ്റ്റ് ഏതായാലും 2 ദിവസം കൂടി കാണും. ഇയാളൊന്ന് ചെന്ന് കാണും. കിട്ടിയില്ല നമുക്ക് വേറെ പണി തപ്പാടോ. അല്ലല്ല, പ്രൊഡ്യൂസറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക. കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ദേ, ഇതിലേക്ക് നമ്പറും പേരും ഒന്ന് ഫീഡ് ചെയ്തേ. ഞാൻ വിളിക്കാം. കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല, ടീച്ചറാ. ടീച്ചർ അഭിനയിക്കാൻ വന്നാണോ? സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. അയ്യോ, இங்க சந்தி யாரு? நான் தான் சார். டேய் சசி, நீ இங்க இருக்கா? 3 டீ சொல்லி எவ்வளவு நேரம் ஆச்சுடா? சீக்கிரம் போய் வாங்கிட்டு வா. நீ வாமா. ഈ തെണ്ടീനെ ഞാൻ കൊല്ലും. സോറി. എന്താടോ തനിക്ക് കണ്ണു കണ്ടൂടെ? ചൂട് വെള്ളം മാറി. ഇത് നിന്റെ പെരുങ്ങോട്ട് ശരിയല്ല. അയാൾ സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ? അവിടെ ഇരിക്കും. എന്താടി ഞാൻ ചെയ്ത് തെറ്റ്? നിന്നെ ഇഷ്ടപ്പെട്ടോ?
നിന്നെ സ്നേഹിച്ചത്. പ്രേമമാണത്രേ പ്രേമം. നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ? ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല. അതന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്കിത്തിരി പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് ചേച്ചിനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തു. അച്ചു, നീ എന്റെ വാങ്ങുവേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ എവിടെ പോയാലും ഇതുപോലെ ഒരെണ്ണം എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ, ആ ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ, എത്ര മണിക്കാ? ആ ഓക്കെ ഓക്കെ. ചേട്ടനാ വിളിച്ചത്. 5:30 ട്രിവാൻഡ്രം മെയിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്. നമുക്കിറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ, നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്കേ. പലതരം ആൾക്കാരാ ഇവിടെ. പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലായോ? വാ. വിനുവേട്ടാ, വിനുവേട്ടാ, എനിക്ക് വിനുവേട്ടനും വിനുവേട്ടനും ഞാനും മാത്രം മതി. എല്ലാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. വിനുവേട്ടാ, എന്ത് കരുതി? ഞമ്മളൊന്നും അറിയില്ലെന്നോ? നിങ്ങളെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇന്നേ വരെ ഇസ്ലാമിന് നിരക്കാത്തൊന്നും ഈ മൂസാ ഹാജി ചെയ്തിട്ടില്ല. പള്ളിയും നാട്ടുകാരും ഒക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താ അത്? ഇസ്ലാമിന്റെ നീതിക്ക് വഴങ്ങി ജീവിക്കണോണ്ട് ഇജ്ജായിട്ട് അത് ഇല്ലാണ്ടാക്കി. ഞാൻ നിർബന്ധിച്ചിട്ടാ ഉമ്മ. മിണ്ടരുത്, മിണ്ടരുത്. നിന്റെ പൊരെ കഴിയണമെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒത്ത് എന്നെ അനുസരിച്ച് കൈയാണെ മാത്രം കഴിഞ്ഞാ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും പോവാം. അത് ഉമ്മയായാലും മക്കളായാലും. ഉസ്മാനെ, വണ്ടി എടുക്കടാ. സിനിമ എന്റെ ജീവിതം നബിസു. അതില്ലാണ്ട് എനിക്ക്
എന്നെ എപ്പോഴും കളിയാക്കാറല്ലേ അല്ലേ? ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് തരോ? പിന്നെ കിട്ടിയില്ലെങ്കിലോ? ഓട്ടോഗ്രാഫോ? ഇവനെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറെ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എൻ്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. മോളെ നമുക്ക് അവിടെ സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനിറയെ കാശൊക്കെ കിട്ടി നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? നീ വല്ലാണ്ട് മാറി. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ, എന്നാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. കുറച്ചു കാലം കൂടെ കള്ളുമോന്നുള്ള കാശിതിലുണ്ട്. ഒന്നിന്നേ. എന്റെ അമ്മയൊരു പാവമായിരുന്നു, അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശ് വന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വയ്ക്കൂ. ഇക്ക, ഇക്ക, നിങ്ങളെ വാപ്പ വിളിക്കണ്ട്. കഴിക്കണില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാട്ടണ്ട. വല്ലതും കഴിച്ചു കിടന്നോ. ഇത് കണ്ട നജീബേ, ഇത് മുഴുവൻ മൂപ്പര് കഴിക്കണം മരുന്നാളാ. മൂപ്പര് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മുഴുവൻ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിട്ട് മാത്ര. എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. നമുക്ക് മൂന്നാക്കുള്ള ചോറുണ്ടെന്ന് അറിഞ്ഞിട്ടേ മൂപ്പരൊരു വറ്റ് കഴിക്കൂ. ആ നെഞ്ച് നീറണത് ഈ കണ്ടില്ലെന്ന് വെക്കല്ലേ മോനെ. പഠിച്ചു മുറുക്കൂല. ഈ ആ സിനിമാന്റെ പൊതി മറന്നാളാ മോനെ. അതൊന്നും നമുക്ക് പറ്റിയതല്ല.
ബേജാറാവാണ്ടിരിക്കുന്നു. ഒക്കെ ശരിയാവും. എൻ്റെ ഉപ്പാക്കും സിനിമ ഹറാമ? ഉം? ഏയ് ഒന്നുമില്ല. നിങ്ങൾ വെറുതെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ടാന്ന്. നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ നിക്കാഹിന്റെ കാര്യല്ലേ? അതല്ലേ? എൻ്റെ ഈ പൊട്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. മദ്രസ കെട്ടിടത്തിന്റെ പിരിവിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം തീർത്തു പറഞ്ഞേ, എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന്. അതൊക്കെ എല്ലാവരും എന്താ ഹംസേ? നജീബിനെ കാണാൻ വന്ന. ഓ, ഇപ്പൊ എല്ലാവർക്കും പിരിവെന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ, ഇറങ്ങൂല. അത് ശരിയാ. ആ, അപ്പൊ എങ്ങനെയാ ആചാര്യ നാളത്തെ കാര്യം? വരില്ലേ? നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം. ദേ പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. ദേവകി ഫിലിംസിന്റെ ബാനർ ജോൺസൺ തത്തമൽ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. പുതുമങ്ങളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ. ക്യാമറ ജോസ് DFT, PRO പുഷ്പൻ വേങ്ങര. രാഘവന്റെ പീഡിയയിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വന്നീന്. ഈ വെള്ളിയാഴ്ച എന്റെ പടം പുറത്തിറങ്ങൂന്ന് വാരികയില് വാർത്ത ഉണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യോട് അത് മേടിച്ചോണ്ട് പോന്ന്. കൂടെ ഹിമാറിനും കിട്ടി. പക്ഷേ എന്റെ പേര് കണ്ടില്ല നജീബെ. സിനിമാന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ. എന്റെ പേര് ഒരു സിനിമാക്ക് വേണ്ടി മാറ്റിക്കണ്. ആ എന്താ നജീബിന്റെ പേരിട്ട സിനിമയിലെടുക്കൂല? അതല്ലിക്ക, ഒരു സിനിമാ നടന്റെ പേരാവുമ്പോ കുമാറെന്നോ ഖാനെന്നോ കപൂറെന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം. അതാണ് അതിന്റെ ഒരു ഇത്. എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു. അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നീന്നു. ഇപ്പൊ എന്താക്കീന്ന്? അഭിഷേക് കുമാർ. അഭിഷേക് കുമാർ അല്ലടാ, അഭിഷേക് കുമാർ. നജീബേ, ഈ തുണിയാടിയിട്ട അതെന്നല്ല, ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യവും ഞമ്മള് കേൾക്കൂല. കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ്. അപ്പളോ ഓന്റെ അടുത്ത പൂതി. ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അത്? ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി, അന്ന് രുചിച്ചു പോലും നോക്കാണ്ട് ഒരാൾ കുറ്റം പറഞ്ഞാ ഉമ്മാക്ക് സഹിക്കൂ? അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ? ഈ ചെക്കന്റെ ഒരു അഹമ്മതി. അനക്ക് കിട്ടിയതൊന്നും പോരെ നജീബേ? ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും. ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ കാണട്ടുമ്മ. അത് കഴിഞ്ഞ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം. പിന്നെ ഞാൻ ഏടുക്കും പോവില്ല. ഇക്കാന്റെ ഒരു ആഗ്രഹമല്ലോ ഉമ്മ. ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ. പാല് നമ്മുടെ നജീബിനൊരാഗ്രഹം. ഓൻ അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഇവിടൊന്നുമല്ല, ടൗണില്. ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാന്ന് ഓൻ പറയണേ. ഞാൻ പറഞ്ഞ് ബാപ്പാക്ക് അതൊന്നും ഇഷ്ടാവൂലെന്ന്. ഇങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല. കുട്ടികളെ ശാസ്ത്രം എന്നെ വളർത്തണം. ഞാൻ പറയാം ഓനോട് പോണ്ടാന്ന്. ഫാത്തിമ, ഞാനൊരു മുരടനൊന്നുമല്ല. എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അതൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കണില്ല. ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയേയില്ല. ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട. ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ അധികാരം അറിയണ്ട. ഞാൻ എൻ്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കണത് പടച്ചോൻ പുറത്തോളും. പക്ഷേ പള്ളിക്കാര് പുറത്തൊന്നും വരില്ല.
5 ടിക്കറ്റ്. നജീബേ, ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗത്തിരുത്തണം. അതിന്റെ ഉമ്മയും പെങ്ങളൊക്കെ കൂടെ ഉള്ള. ഐസ്ക്രീം. ചേട്ടാ ഞാൻ പൊക്കോട്ടെ ചേട്ടാ. പൈസ എടുക്കാൻ ഇവിടുന്ന് അനുകൂല പൈസ എടുക്കടാ. ഫീസ് കൂടെ കാണാനല്ലേ നിനക്ക് എന്താണ് അത്ര മുട്ടല്? ഓടാ. ചേട്ടാ ഈ സിനിമ ഒന്നും നിർത്തോ ചേട്ടാ. ഒന്ന് പോടാ മനുഷ്യൻ മെനക്കെടുത്തണ്ട്. അല്ലെ തന്നെ പെട്ടിയും പോസ്റ്റർ എത്താൻ വൈകി. അപ്പോഴും അവന്റെ ഒരു വേഷം കെട്ടില്ല. ഇറങ്ങി 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 പോ. സിനിമ എടുത്താൻ വന്നേക്കും. ഉസ്മാനെ, ജീവരെ വണ്ടി കൊണ്ടിരുത്ത്. ജീവരെ വണ്ടി കൊണ്ടിരുത്ത്. നജീബ് പോവാൻ വരട്ടെ.
ഇത് കുടുംബമായിട്ട് കാണേണ്ട സിനിമയല്ലല്ലോ നജീബേ. ഇത് നമ്മള് ആണുങ്ങൾ കാണേണ്ട സിനിമയല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരിക്കേ, നമുക്ക് കാണായത്. ഹലോ, കാശ് കൊടുത്ത് പീസ് പടം കാണാൻ വന്നാണ്, അല്ലാണ്ട് തന്നെ കുണ്ടി കാണാൻ വന്നതല്ല. അവൻ ഫാമിലി ആയിട്ട് കമ്പിപ്പടം കാണാൻ വന്ന പന്നി ഇരിക്കണവിടെ. ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ഒരു ചെറ്റത്തരം സ്വന്തം കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടാവൂടാ നായേ. അറിഞ്ഞോണ്ടല്ലോ ഈ അറിയാണ്ടോടാ മോനെ ഈ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അനക്കത് ഉമ്മയും പെങ്ങളെയും കാണിക്കണോടാ. പോരുതരാ നായേ. കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായ നമുക്ക് മയ്യത്ത് ഞാൻ എടുക്കൂടാ. മാറി നിൽക്കണടാ. ഈ പടത്തിലെ നായകനത് കേക്കണം മോനെ. 5 നേരം നിസ്കരിക്കണ മുസൽമാനാടാ ഞാൻ. പങ്കുവിളി മാത്രം മുയങ്ങണ മനസ്സുമായി ജീവിക്കണേക്ക് ഇച്ചായിട്ട് തന്ന സമ്മാനം കൊള്ളാം. ഓടാ കുടുംബത്തെങ്ങാനും എന്റെ മേല് വീണ കള്ള സുവരെ പച്ചയ്ക്ക് വെട്ടി അരിഞ്ഞളെ ഞാൻ കൊച്ചോ കുളിച്ചു മുടിഞ്ഞാൻ. വണ്ടിയെടുക്കും ഉസ്മാനെ. ഓ ഓ വണ്ടി കയറ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. ഇത്രയും വലിയൊരു അബദ്ധം നീ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല മോളെ. ഞാനും എൻ്റെ മോളും ഒരാൺതുണ പോലും ഇല്ലാതെ ഇവിടെ ജീവിക്കണേ. എനിക്ക് വേറെ നിവൃത്തിയില്ല സാവിത്രി. ചേച്ചിയെ വിളിക്കാമേ. വാ. மல்லி டிஃபன் எங்க? தூ வந்துட்டேங்க. ஹலோ, நான் வந்துட்டே இருக்கேன். அங்க வெயிட் பண்ண சொல்லுடா. திவ்யா ஸ்கூலுக்கு போலாமா? வாமா, சீக்கிரமா வா. என்னடா இதோ வந்துட்டு இருக்கேன்னு சொல்லலையா? நான் திவ்யாவை ஸ்கூல்ல விட்டுட்டு வரேன்டா. வைடா போனேன். என்னாச்சுடா? நான் வீட்டில் இருக்கும்போது இந்த மாதிரி மேட்டர் எல்லாம் ஃபோன் பண்ணி பேசக்கூடாதுன்னு உங்கள்கிட்ட எவ்வளவு வாட்டி சொல்லியிருக்கு? சார் நான் காலையில் வரும்போது அந்த பொண்ணு இங்கே இருக்கு. அப்புறமா சார் இங்கே வந்து ஒரே கலாட்டா அப்படியே கூப்பிட்டு உள்ள உட்கார வச்சுட்டேன். வணக்கம் சார். வணக்கம். மணி நீ போய் டீ வாங்கிட்டு வா. சரி சார். சார் இது என் பொண்ணு சிவானி. சினிமால நடிக்கணும்னு ஒரே ஆசை சார். செகண்ட் ஹீரோயின் ரோல்ஸ் எல்லாம் நிறைய வருது. ஆனா பாப்பா ஹீரோயின் ரோல்ல மட்டும்தான் நடிப்பேன்னு ஒரே பிடிவாதம்.
இந்தாங்க சார் போட்டோஸ். பின்னாடி நம்பரும் இருக்கு. அம்மா நான் இன்னைக்கு கொஞ்சம் பிஸி. நம்பர் இருக்கு இல்லையா, நான் அப்புறமா கால் பண்றேன். சார் நீங்க கொஞ்சம் மனசு வச்சா ஒரு நல்ல படத்துல ஹீரோயினா இன்ட்ரோடியூஸ் பண்ணி வைக்கலாம்ல சார். சரி சரி, நான் பாத்துக்கிறேன். சார் பொண்ணு வந்து டான்ஸ் எல்லாம் கத்துக்கிறா சார். பரதநாட்டியம், குச்சிப்புடி, ஃபோக்கு, இப்போ சினிமாட்டிக் டான்ஸ் கூட கத்துக்கிட்டு முடிச்சிருக்கா சார். சர்டிபிகேட் கூட இருக்கு, காமிக்கிட்ட சார். எவ்வளவு வாட்டி சொல்லியாச்சு, தமிழ் தானே பேசுறேன். நான் இன்னைக்கு கொஞ்சம் பிஸி, தயவு செஞ்சு போய்கிட்டு அப்புறமா வாங்க. சரி வா. ஆமா பெரிய சினிமாக்காரன், மூஞ்சிய பாரு. നജീബ് എപ്പടി ഇരിക്കെ? നിങ്ങൾ എല്ലാരും കൂടി എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത്. நஜீப், உங்களோட மனக்கஷ்டம் எனக்கு புரியுது. விடுங்க, எனக்கு உங்களோட கொஞ்சம் பேசணும். வாங்க வா நஜீப், உங்ககிட்ட கொஞ்சம் பேசணும். நான் என்ன சொல்றேன்னா, நிக்கொന്നും கேட்கണ്ട. நான் சொல்றது கொஞ்சம் கேளு நஜீப். സാവിത്രി, അത് വന്ന് ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നതിന് തനിക്കെന്ത് കിട്ടി? ഞാൻ വന്ന് സിനിമ മോഹിച്ചു വന്നതല്ല ഞാൻ, ഗതികേട് കൊണ്ടുവന്ന് പെട്ടുപോയതാ. ഇതും കൂടെ കഴിഞ്ഞപ്പോ പിന്നെ മരണം മാത്രമായിരുന്നു എന്റെ മുന്നിൽ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരെയെങ്കിലും നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ഞാനൊരു പെണ്ണാണെന്നുള്ള ഔദാര്യമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തന്നോടായിരുന്നു. சாவித்ரி ப்ளீஸ், நான் சொல்றது கொஞ்சம் பொறுமையா கேளுமா. இப்படி எல்லாம் நடந்துரும்னு நான் நினைச்சு கூட பார்க்கவே இல்லை. என்ன பொறுத்த வரைக்கும் நான் வெறும் ப்ரொடக்ஷன் வேலை பார்க்கறவன் தான். வேணும்னு எனக்கு உங்களை அது இதுன்னு சொல்லி அனுப்பலாம். ஆனா இந்த நிலைமை என்னன்னு எனக்கு நல்லாவே தெரியும். പക്ഷെ എന്റെ അവസ്ഥയെ കുറിച്ച് താൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? கொஞ்சம் பேச விடு. சார் டீ. உங்க பிரச்சனை எவ்வளவு பெருசுன்னு எனக்கு புரியுது. ஆனா நீங்க மட்டும் இல்ல, எவ்வளவு பேர் நடிக்கணும், சூப்பர் ஸ்டார் ஆனும் நினைச்சு எத்தனை பேர் இந்த கோடம்பாக்கம், வடபழனி, அங்க இங்க டேரோ போட்டு அலைஞ்சிட்டு இருக்கு. 100 பேர், 100,000 பேர். ஆனா அதுல இருந்து 1-2 பேர் மட்டும்தான் ஏறி போனவங்க. நஜீப், இதா ஐயா சினிமா. வெளியில இருந்து பார்த்தா சினிமா ரொம்ப கலர்ஃபுல்லா இருக்கும். ஆனா இங்க வந்தவங்களுக்கு மட்டும்தான் தெரியும் அந்த கலர் என்னன்னு. அது தெரிஞ்சவன் தானா? என்ன மாதிரி நிறைய பேர் இருக்காங்க. நடிகன் ஆகணுங்கிற ஆசையிலே நானும் முதல்ல இங்க வந்தேன். நான் மட்டும் இல்ல, நீங்க சினிமாவில் பாக்குற மெஸ், ஜூனியர் ஆர்டிஸ்ட், அதை இதுன்னு வேலை பார்க்குற எல்லாரும் அப்படித்தான். முடிஞ்சா நடிகர் ஆகணும், இல்லைன்னா பெரிய டைரக்டர் ஆகணும். ஆனா எல்லாராலும் அப்படி சாதிக்க முடியாது. இருந்தாலும் அவங்க யாரும் திரும்பி போகாம இங்கே ஏதாவது சின்ன சின்ன வேலை பார்த்து இங்கே இருந்துட்டு இருக்காங்க. അതാണ് സിനിമയുടെ ഒരു മാജിക്. അറിയേണ്ടത് ആ ഒരു സിനിമയെ കുറിച്ച് മാത്ര. ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. അതിനുള്ള മറുപടി ഇപ്പൊ പറഞ്ഞാ മതി. അന്നേക്ക് പടത്തോടെ പ്രിവ്യൂ നടന്നത്. இந்த படத்துக்கெல்லாம் திയേറ്ററിലെ ഒരു പൈസ കൂടെ കളക്ഷൻ വരാത്താ. സാറേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്ത് സഹായിക്കണം. എൻ്റെ ആദ്യത്തെ പടം കഴിഞ്ഞ് മുഴുക്കടത്തില്ല. ഇതൊന്നും ഇറക്കാനായിട്ട് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇതെടുത്താ നാനും മുഴുക്കടത്തിലാവും. ഒരു നിമിഷം വാങ്ങ. എന്താ വാ. இந்த படத்துல ஒரே ஒரு பிளஸ் அந்த பொண்ணு தான். செம்ம காட்டையாவா ஒண்ணு செய்யலாம். படத்துல பிட்டு போடலாம். புரியலையா? யோ, சினிமாவில் உங்களோட ஜாஸ்தி எக்ஸ்பீரியன்ஸ் எனக்கு இருக்கு. இங்க சென்டிமெண்ட்ஸ் எல்லாம் ஸ்கிரீன்ல மட்டும்தான். நான் என்ன சொல்றேன்னா, படத்துல அங்க இங்க நல்ல ஜம்பா பிட்டு போட்டு அதுல உங்க பேர்லாம் மாத்தி ஃப்ரெஷ்ஷா ஒரு ஏ சர்டிபிகேட் படமா ரிலீஸ் பண்ணலாம். உங்களுக்கு வந்து டபுள் ப்ராஃபிட் கிடைக்கும்.
അയ്യോ അപ്പൊ അതിൽ അഭിനയിച്ച പിള്ളേരോ? யோ போயா புது பசங்க தானே காசெல்லாம் செட்டில் பண்ணி எக்ரிமெண்ட் வச்சிருக்கல அதுக்கப்புறம் என்ன தம்பி உங்களுக்கு உன்னோட பைசா திருப்பி கிடக்கணும்னா நான் சொன்ன மாதிரி செய் இல்ல நான் விட்டுடு தம்பி நான் முதல்ல சொல்லலையா சினிமாவில் சென்டிமெண்ட்ஸ் எல்லாம் ஸ்கிரீன்ல மட்டும்தான் அதுக்கப்புறம் கொஞ்சம் பிட் ஷூட் பண்ணி இன் பிட்வீன் அங்கே எங்கே போட்டாங்க. ரிலீஸுக்கு அப்புறம் தான் டைரக்டர் இந்த விஷயம் எங்கிட்டையும் சொன்னது. சினிமாவில் வந்து இது ஒரு புது விஷயம் கிடையாது. இங்கே இங்கே நல்லவங்களும் இருக்காங்க, கெட்டவங்களும் இருக்காங்க. முடிஞ்சது முடிஞ்சு போச்சு. புது வசந்தம் வந்து ஹிட்டு. இனிமே உங்களுக்கு இந்த மாதிரி படம் தான் கிடைக்கும். என்ன வேணும்னு கொஞ்சம் யோசிச்சு பாருங்க. இந்த കളറിൽ നിൽക്കണമാ ഇല്ല തിരുമ്പി പോണമാ? ഈ എന്തായി പറഞ്ഞു പറഞ്ഞത്? இல்லை ஒரு ஒரு படம் வந்திருக்கு. விட்டு படம் தான். ஆனா கேட்குற காசு கிடைக்கும். തോന്നിയാസം പറയരുത്. ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാനല്ല ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയത്. ഈ ഇങ്ങനെ ഒരു 100 കൂട്ടുന്നുണ്ടാവും, പക്ഷെ ഇന്നെ അതിന് കിട്ടൂല. എന്ത് കിട്ടും? காசு எത്ര கிட்டும்? சாவித்ரி, ஒரு சின்ன விஷயம். உங்க படம் வந்து இங்கேயும் சூப்பர் ஹிட் ஆனதுனால ஒரு சின்ன ப்ராப்ளம். உங்களை மாதிரி ஒரு ஆர்டிஸ்டுக்கு வீடு கிடைக்கிறது கொஞ்சம் கஷ்டம். ஆம்பளை இருந்தால் பிரச்சனை இல்லை, ஆனால் ஒரு தனி பொம்பளை வந்து, அதனால நான் ஒரு சின்ன பொய் சொல்லி நம்ம விருகம்பாக்கத்தில் ஒரு ஃப்ளாட் ரெடி பண்ணியிருக்கு. ஆனால் நீ அங்கே நிஷாவல்ல, ரஹானா பீகம். அங்கே பரதை போட்டு தான் போனோம். சார் உங்களை கூப்பிடுறாங்க. നമസ്കാരം സർ. എൻ്റെ പേര് നജീബ്. സാറ് പുതുമങ്ങൾ വെച്ച് മലയാളത്തിലൊരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഫോട്ടോസാണ് സർ. താൻ പുതുമുഖാണോ? അതെ സർ. മുമ്പ് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല? ഇല്ല സർ. പുതുവസന്തത്തിൽ നിഷയുടെ കൂടെ അഭിനയിച്ചത് നീയല്ലേ? എടാ ചെറുക്ക, 10-21 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. എനിക്കിട്ട് തന്നെ ഉണ്ടാക്കാൻ വരില്ലേ? ആ, കണ്ട ഊളപ്പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് അവൻ എന്റെ പടത്തിലെ നായകനാവാൻ വന്നിരിക്കുന്നു. ആ, നിങ്ങൾ മലയാളി ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുറച്ച് ബാച്ചിലർ പാർട്ടിക്ക് വീട് കൊടുത്തു. ആ ലംബോദരന്മാർ 2 മാസത്തെ വാടക തന്നില്ലെന്ന് മാത്രമല്ല, ഫാനും ബൾബും ക്ലോസറ്റും ഒക്കെ അടിച്ചോണ്ട് പോയി. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞത്? അത് വന്ന് പാലക്കാട്. വരൂ, വന്നോളൂ വന്നോളൂ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാ. പിന്നെ കെട്ടിയതൊരു തമിഴത്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒത്ത് കിട്ടി. പക്ഷെ ശ്രീധനൊന്നും അല്ല കേട്ടോ. അമ്മായി പിന്നെ ഒരു കൊച്ചു സന്തോഷം. ഏത്? നോക്കൂ, ഇത്ര വിശാലമായ ഇടം. അല്ല, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞത്? ഷാർജാവിലെ ഒരു പെരിയ കമ്പനിയിൽ വേല പാക്കറാണ്. ഓഹോ, ഷാർജയിലാന്നോ? ആമാ. വന്നോളൂ. அந்த சைடுல பால்கனி இருக்குமா? പിന്നെ 2 സൈഡ്സ് ബാൽക്കണി ഉണ്ട്. നോക്കിക്കോളൂ, എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ 1-ാം തീയതി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും.
അതൊന്നും பிரச்சனை இல்லை சார். ரெண்டெல்லாம் உங்களுக்கு கரெக்டா கிடைக்கும். അത് മതി. വന്നോളൂ. പിന്നെ വേറെ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? என்ன சார் நீங்க கரெக்டா இருக்குன்னு பாருங்க. അല്ല, ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചേനെ. അവിടെ കണ്ണു കണ്ടാ അറിയാം അയ്യോ പാവന്ന്. சார் நீங்க இங்க எங்க தங்கி இருக்கு? മത്സരവാക്കം. ஓ அங்கயா? നിങ്ങൾ എനിക്കിട്ട പേര് നന്നായിട്ടുണ്ട്, റഹാന ബീഗം. ഇനി കുറച്ചു കാലം ഈ പുതിയ വേഷം. வேற வழி இல்லை சாவித்ரி. அந்த ஆளை பார்க்கலையா? நீங்க யாருன்னு தெரிஞ்சு போச்சா பிரச்சனை தான். அவங்க வந்து கப்பல்ல வேலை பார்த்துட்டு இருக்கு. அதனால 6 மாசம் முழுங்க கடல்ல தான் இருக்கும். இங்க வரவே வராது. அட்லீஸ்ட் அவ்வளோ நாள் உங்களுக்கு தொந்தரவு வராது. நஜீபோ பாவம் அந்த பையன் வந்து தினம் முழுசா டைரக்டர் ப்ரொடியூசர் ஆஃபீஸ்லேயும் வீட்லேயும் சான்ஸ் கேட்டு சுத்திட்டே இருக்கு. நைட்டு வந்து எங்க ஆஃபீஸில் தான் படிக்கிறது. அவனும் சின்னதா ஒரு வீடு பார்க்க சொல்லியிருக்கு. எவ்வளோ சின்னதானாலும் அட்வான்ஸ் பெருசு தானே. 3 நேரம் சாப்பிட்றதே அவனுக்கு கஷ்டம். அவன் எப்படி അഡ്വാൻസ് കൊടുപ്പേ? അയാൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചോളാൻ പറ. ഓ, ഇനി അയക്ക് നാണക്കേടായിരിക്കോ അവിടെ വന്ന് താമസിക്കാൻ? അതല്ല അല്ലേ. റഹാന ബീഗത്തിന്റെ ഷാജയിലുള്ള ഭർത്താവ് നാട്ടിലെത്തി എന്ന് പറഞ്ഞാ പോരെ? പിന്നെ പർദ്ദ ഒരെണ്ണോ അവനോടും കൂടെ തുന്നാൻ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ പട്ടിണി കിടന്നാല് ഞാൻ പോകുന്ന വഴിയിൽ അവനും വന്നോളൂ. വാ. ആരുമില്ലവിടെ, ഇറങ്ങി വാടി. എനിക്ക് 2 വർത്താനം പറയണം. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നീ അവളെ കൊണ്ടുപോയി വിട്ടോടി കൊരങ്ങേ. ദേ ഗോപി, ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട. ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. നീ ആളെ കൂട്ടടി. എനിക്ക് പറയാനുണ്ട് അവരോട്. നല്ല പൂവമ്പഴം പോലുള്ള എന്റെ മോളെ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന് കണ്ട അലമ്പ് പടങ്ങളിലൊക്കെ അഭിനയിപ്പിച്ചപ്പോ തൃപ്തിയായില്ലടി നിനക്ക്? ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ലടി. കാണിച്ചടി, നിനക്ക് കാണിച്ചു തരാം. ഞാൻ മര്യാദക്ക് അവളെ കെട്ടിച്ചു വിടാൻ പോയപ്പോഴാണ് അവളുടെ ഒടുക്കത്തൊരു സിനിമ. ഒരു കാലത്ത് നീ നന്നാവരടി. പാവമായിരുന്നു എന്റെ മോള്. ഇവൾ ഒരുത്തിയാണ് അവളെ നശിപ്പിച്ചത്. ഒരു ടീച്ചർ. Who's your bad girl? Who's your lover girl? It's
ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ വിശ്വട്ടം പറഞ്ഞു ഇവിടെ ആളെ തിരിഞ്ഞു. ആളില്ലേ മോള്? നീ ആ പെട്ടി ഇങ്ങോട്ട് അഴിച്ചോ. ആ എന്തൂട്ട് തേങ്ങയായാലും വേണ്ടില്ല, ഒന്നുകിൽ സൂപ്പർ സ്റ്റാർ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ നിഷയുടെ പോലെ ഐറ്റം വേണം. ഞാനിവിടെ പുണ്യം കിട്ടാനൊന്നുമല്ലോ തുറന്നു വെച്ചേക്കണത്. പുതുമുഖങ്ങളുടെ പടം എന്നൊക്കെ പറഞ്ഞാ നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ പറ്റില്ലട്ടാ. ഒരു വിധത്തിലാ പിടിച്ചു നിൽക്കണത്. ഞാൻ പോണാ വെച്ചേ. ഹൈ, മനുഷ്യനിവിടെ ഒരു വിധത്തിലേ 2 തുണ്ടുപടമൊക്കെ കളിച്ച് തട്ടി മുട്ടി അങ്ങോട്ട് കഴിഞ്ഞു പോവാ. അപ്പോഴാ ഓൻ്റെ ഒരു പുതുമുഖങ്ങളുടെ പടം നമ്മുടെ ഐറ്റത്തിൽ ലഭിച്ചു. പിന്നെ ഇത്തവണ നിഷ തകർത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റും 2 കുളിസീനുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റേ ഉള്ളൂ. എന്താ ഇത് കണ്ടോ? എന്താ ഇത്? കീറിക്കളയത്. അച്ചു കാണണ്ട. അവളുടെ ഒരു വേഷം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്ക് പോയിന്റിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീല ചിത്രങ്ങളുടെ അതിപ്രസരത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഓമന ജോസഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കണ്ണൻ പിണ്ടിമന, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിർമ്മാതാവ് ശ്രീ ഫിലിപ്പ് വടക്കൻ, പിന്നെ സ്റ്റുഡിയോയിലെ ഓഡിയൻസും. ശ്രീമതി ഓമനയിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്ലീല ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചർച്ചാ വിഷയമാവേണ്ടത് കേരളത്തിലെ ആണുങ്ങളുടെ സംസ്കാരമാണ്. ഒരുതരം ബോയറിസ്റ്റിക് പ്ലഷറിൽ പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാർ. അതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നത്. മാഡം, ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ഈ പറയുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ പറ്റി നിങ്ങളെന്ന് പറയുന്നു. നിഷ, രേഷ്മ, സജന. ഇത്തരത്തിലുള്ളൊരു ചിത്രം നിർമ്മിച്ച ഒരാളെന്ന നിലയ്ക്ക് മിസ്റ്റർ ഫിലിപ്പ് വടക്കന് എന്താണ് ഈ പ്രവണതയെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത്ര പോസ്റ്റ്മോർട്ടം ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാണികൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിനിമയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ അതൊക്കെ കാണുവര്. പിന്നെ 2 സൂപ്പർ സ്റ്റാറുകൾ വെച്ച് പടം ചെയ്ത ഒരാളാണ് ഞാൻ. ഈ 2 ചിത്രങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തത് ഈ ഒരൊറ്റ നിശാചിത്രം കൊണ്ടാണ്. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിങ്ങിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാൻ ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ. ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പിട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. വേർത്തണ്ടില്ലേ അവന്റെ അമ്മയുടെ ഒരു സാരി. ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. ഇത് മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന നിലം തുടയ്ക്കണം. കുനിഞ്ഞു അങ്ങോട്ട് കുനിയാൻ പറയുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുത പോലെ കുറയണം മറന്നോളും സാധാചാരമൂർത്തികൾ. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോന്ന്?
മൊത്തം ആരാധകർ. ആരും വരുന്നതിന് അഭിനയം കാണാനൊന്നും അല്ല, മൂടും കാണാൻ വേണ്ടി തന്നെയാണ്. മടുത്തടോ, ശരിക്കും മടുത്തു. എന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ വേറെ ശവം, ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു നിൽപ്പുണ്ട്. ഞാനൊരു പെണ്ണല്ലേടോ, ആരോടൊക്കെ വാശി തീർക്കാൻ വേണ്ടി തുടങ്ങിയതാ. അതെങ്ങനെയായി? ഒന്നും വേണ്ടായിരുന്നു. ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ടെന്തിനാ? നീ ഭക്ഷണം കഴിച്ചോ? രാത്രി പോയി കിടന്നു. மல்லே கொஞ்சம் சீக்கிரம் மாமா. இது உள்ள வச்சுட்டு வந்துடுறேங்க. ஹலோ அம்மா. സെൽവണ്ണ, അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇതുവരെ വന്നില്ല. யாரு? அந்த செட்டியாரா? அவரு கண்டிப்பா வந்துடுவாரு. ഓ, என்னாச்சுங்க? ஒண்ணும் இல்ல, நீ யாரு? ഈ ചെട്ടിയാർ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നത് നിന്റെ ഭാഗ്യവണ്ണേ. സാറൊന്ന് കരിഞ്ഞ. ആ, നീ നാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സെക്സ് ബോംബാ. நான் ஏத்தி விட்டங்கத்தா. இந்த கோலிவுட்டிலும் பாலிவுட்டிலும் தோலிவுட்டிலும் கோட்டி கட்டி பறக்குறாங்க. ദേ വിളിക്കുന്നു. നിഷ. ഹലോ മാഡം. കുമാരെ, ചെട്ടിയാർ സാർ അഡ്വാൻസുമായിട്ട് ആളെ വിടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആരും കണ്ടില്ല. സാറ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അയ്യോ, ഇതുവരെ എത്തിയില്ലേ? ഞാനൊന്ന് സാറിനെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. നിഷ முண்டோ, அந்த பொண்ணை வச்சு நான் 2 படம் பண்ணேன். எந்த அட்ஜஸ்ட்மெண்ட்டுக்கு நிக்காம அவ 2 படத்துல என்ன ஏமாத்திட்டேன். காசும் அதிகமா വാങ്ങിട്ടേ. അവളുടെ കാര്യം ഇനി പോക്ക. അഡ്വാൻസ് കൊടുത്തവര് പോലും തിരിച്ചു ചോദിക്കുന്നെന്നാ കേട്ടത്.
ഹലോ നജീബേ. ഇക്ക നിങ്ങള് ഇപ്പൊ എവിടെന്നാ? ഞാൻ നാട്ടീന്നാ. ഒരു വിവരം അറിയിക്കാണ്ട്. എന്താക്കാ? എൻ്റെ ഉമ്മ പോയി നജീബേ. കുറച്ച് കാലായി. എന്നെ അറിയിക്കാൻ കുറെ ശ്രമിച്ചു. എവിടെയെന്നറിയണ്ട എങ്ങനെയാ. അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യം നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടുവോ? പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോയെന്ന്. ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, 10 ആളുടെ മുന്നിൽ തല കുനിക്കാതെ നടക്കാൻ പറ്റുമോ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കേറ്റി വെക്കരുത്. പിന്നൊരു പ്രസവം കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കും? വളർത്തും പോലും. എനിക്കൊന്നും കേൾക്കണ്ട. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാവുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ലടി. ഒരു 30. അവനെ മനസ്സിലായോ? ആരാ? പുതുവസന്തത്തിലെ നായകൻ. ഓ, നിഷയുടെ. ഒന്ന് മുട്ടിയാലോ? പുതുവസന്തത്തിലെ നായകനല്ലേ? എനിക്കറിയാം. ഒരു റിപ്പീറ്റ്. ഡേ, സാറിനൊരു പെഗ് കൊടുക്കടേ. എന്റെ കൊച്ചനെ, നിങ്ങളെ പോലൊരു ഭാഗ്യവാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ നിഷയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, അവളെ തന്നെ കൂടെ പൊറുപ്പിക്കുകയും ചെയ്തു. അതെ, ഞാനൊരു തനി അച്ചായന. വേറെ വേഷം ഒന്നും വിചാരിക്കണ്ട. അവളുടെ പൊക്കിള് കണ്ട അന്നു പോലും തുടങ്ങിയതാ. ഒരേ ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആശാൻ പറ, എന്നാ വേണം? എന്ത് കോലാണ്ടത്? നല്ല യാത്രാക്ഷീണുണ്ട്. എൻ്റെ ഉമ്മ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഓരോരു വശം തളർന്നു വീണ്. കുറെ നാൾ കോട്ടയ്ക്കലൊക്കെ കിടന്ന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ പടച്ചോന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടാന്ന്. നാട്ടുകാരും പള്ളിക്കാരൊക്കെ മൂസാജിനെ ഒറ്റപ്പെടുത്തി. കച്ചവടവും വീടും ഒക്കെ പോയി. ഒരു മനുഷ്യായുസില് ഇതീ കൂടുതലൊക്കെ എന്തനുഭവിക്കാനാ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്റെ നിക്കാഹ് കഴിഞ്ഞ് 2 കുട്ടികളായി.
ഇരട്ടകളാ, രണ്ടും പെണ്ണ്. അതുകൊണ്ട് ഇപ്പം ഞമ്മക്ക് പ്രാരാബ്ദായി. പിന്നെ സൈനബ് ഇപ്പം സൗദിയിലാ, അന്നെ കുറെ കാത്ത്. നമസ്കാർ. ആ, എനിക്ക് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പം വേണ്ട നജീബേ, ആ നാട്ടിലേക്ക് അന്നേം കുട്ടി പോവാച്ചാ അത് ശരിയാവൂല. നിങ്ങളുടെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നമല്ലേ? ഛേ, അതുകൊണ്ടല്ലടാ. നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്. ഏയ് വേണ്ട. എന്തിനാണ്ടാ? ഇത് വെച്ചോ. വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. എന്നമ്മാ? അണ്ണാ നജീബ് വന്നിരുന്നു അവിടെ? ഇല്ലമ്മാ, എന്നാச்சு? നജീബിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. நீங்க டென்ஷன் ஆகாதம்மா, நான் ட்ரை பண்ணி திரும்பி கூப்பிடுறேன் கண்டிப்பா. ഹലോ, ആരാ വിളിക്കുന്നേ? ആ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. ആളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇവിടെ ICU-ല. സർ, എത്ര പേരുണ്ട്? 5 കിട്ടി സാർ. ഒരാൾ ഓടിക്കളഞ്ഞു. കം. താമ്പോയ ഫയൽ എടുത്തുണ്ടോ? ശരി സാർ. വാ, കേറി വാ. നിന്റെ പേരെന്താ? സാർ, ഞാൻ ജോർജ് വർഗീസ്, ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ സർജനാ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ബാബു സാറേ, മലപ്പുറം പീഡന കേസിലെ 7ാം പ്രതിയായിരുന്നു. ഓ, അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി. ആ ഫയലും കൊണ്ടുവാ. എന്താ പേര്? ശാന്ത. മഞ്ജു, 32 വയസ്സ്. നിന്റെ വീട് എവിടെയാ? അടിമാലിയാ സാറേ. എന്തുവാടോ എഴുതി വെച്ചിരിക്കുന്നത്? വെടിമാലിന്നൊക്കെ. ആഹാ, നീയുണ്ടോ? ഇതുവരെ നിർത്താറായില്ലേടി ഏർപ്പാട്? ജീവിക്കണ്ടേ സാറേ? തന്നെ ജീവിക്കണല്ലേടി നിനക്ക്? എന്നാ സാർ എനിക്ക് ചെലവിനതാ. ഞാനിവിടെ എംപ്ലോയ്മെന്റ് എക്സൈസ് തുടങ്ങടി, നിനക്കൊക്കെ ജോലി തരാൻ. ആ, ബ്രേക്ക് പറഞ്ഞു. വേമാടി വേശന്നിട്ട് പാടില്ല. നന്നായിരുന്നു ജി, താങ്ക് യു. ആ പിന്നെ ഫൈറ്റ് ലഞ്ചിന് ശേഷം ഔട്ട്ഡോർ പ്ലാൻ ചെയ്യും. ഓക്കെ ഓക്കെ.
അവള് ബുദ്ധിമുട്ടിച്ചോ ഉണ്ണിയേട്ടാ? ഏയ് അവള് മിടിക്കല്ലേ. കഴിക്കുമോളെ. കുറച്ചുകൂടെ കഴി. മതി മതി മതി. ആ എന്താ ഇവളെ അഭിനയിപ്പിക്കുന്നോ? ഇല്ലേട്ടാ. അതെന്താടി നല്ല കാശ് വാങ്ങിച്ചു തരാം. വേണ്ടേട്ടാ, ഇവളുടെ അച്ഛന് തീരെ ഇഷ്ടാവില്ല. ആ അമ്മേ 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 ദേ പാവ. ആ പാവയോ? ആ പാവ അത് വേണം. ആ റെഡ് പാവ. ആ റെഡ് പാവ എത്രയാ? 80 രൂപ. വാ മോളെ. ഞാൻ വൈകിയില്ലേ? ആ ഡയറക്ടർക്ക് എത്ര എടുത്താലും മതിയാവില്ല. റീടേക്ക് തന്നെ റീടേക്ക്. ഇരിക്കും. ബ്രേക്ക് പറഞ്ഞപ്പോ മണി 3 ആ പ്രൊഡക്ഷൻ മാനേജർ ദിനേശ് ചോദിക്കുക ഇവളെ അഭിനയിപ്പിക്കുമോന്ന്. ഞാൻ പറഞ്ഞു നജീബിന് അതൊന്നും ഇഷ്ടാവില്ല എന്ന്. കുടിക്ക. ആ ഇന്നെന്നെ കൊണ്ടൊരു പാവയൊക്കെ വാങ്ങിപ്പിച്ചു. കാണിക്ക്.